നന്മ 24ലേക്ക് സ്വാഗതം. എല്ലാ കേരളീയർക്കും പുതുവത്സരാശംസകൾ. 1200-ാം ആണ്ട് പിറന്നു. ഇന്ന് ചിങ്ങം 1 കർഷക ദിനം. തൃക്കാക്കര നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. കാക്കനാട് ഓണം പാർക്കിലാണ് ചടങ്ങ് നടന്നത്. ഉമാ തോമസ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചിങ്ങം പറക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ്. കർക്കിടകത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം അവസാനിപ്പിച്ച പ്രത്യേകം കർഷകരൊക്കെ സന്തോഷം കൊള്ളുന്ന ഒരു സമയമാണ്. ചിങ്ങം പറക്കുമ്പോൾ ഓണം വരവായി എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് നമ്മൾ പൊന്നിൻ ചിങ്ങം വരുമ്പോൾ ആഘോഷിക്കുന്നത്. ഇവിടെ കയറി വന്നപ്പോഴും എന്നത്തെക്കാളും, സാധാരണ മുനിസിപ്പാലിറ്റിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, അതിനേക്കാളും ഒക്കെ ഭയങ്കര വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കയറി വന്നപ്പോൾ തന്നെയുള്ള കാഴ്ച. പ്രത്യേകിച്ച് ഈ സെറ്റ് മുണ്ടൊക്കെ അടുക്കി വെച്ചിരിക്കണ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പണ്ട് കൂട്ടുകുടുംബത്തില് പ്രായമായവര് ഓരോ കുട്ടികളെ വിളിച്ച് ഓരോരുത്തർക്കും ഓരോ മുണ്ടും അതുപോലെ സെറ്റ് മുണ്ടും ഒക്കെ കൊടുക്കുന്ന ഒരു പതിവ്, അതാണ് ഞാൻ ഓർത്തത്. അത്തരം രീതിയിൽ ഏറ്റവും മഹനീയമായി ഈ സ്റ്റേജ് അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഇതിന്റെ പ്രത്യേകിച്ച് കോർഡിനേറ്റർ ഷാജിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പുഷ്പങ്ങളൊക്കെ വിജയന്റെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു സമൃദ്ധിയുടെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളത് ജഗദീശ്വരൻ അനുഗ്രഹിച്ച് ഇനിയുള്ള വർഷമെങ്കിലും നമ്മൾക്ക് സമൃദ്ധി തന്നെ ഉണ്ടായിത്തീരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. പണ്ടൊക്കെ എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ കഴിക്കാം എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെല്ലുമുറിയെ പണിതാലും പല്ലുമുറിയൊന്നുമല്ല, പല്ലിൽ കൊള്ളാൻ പോലും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമാണ് കർഷകർക്ക്. പല കർഷകർക്കും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും അല്ലാതെ വളരെയധികം രാസമാലിന്യങ്ങൾ, രാസവസ്തുക്കൾ ഉപയോഗിച്ചാലേ നമ്മൾക്കിപ്പോ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പേര് നമ്മളുടെ അടുത്ത തലമുറ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് അല്പം ബുദ്ധിമുട്ടിയായാലും അല്പം നഷ്ടം സഹിച്ചായാലും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒട്ടനവധി പേരുണ്ട് എന്നുള്ളതാണ് ഈ നാടിന് ചെറിയൊരു ആശ്വാസമായിട്ടുള്ളത്. തൃക്കാക്കര പോലെയുള്ള സ്ഥലത്ത് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കൊണ്ട് ഒരുപാട് തിങ്ങി വിങ്ങി പാർക്കുന്ന ആളുകളെ കൊണ്ട് നമുക്കിവിടെ കൃഷി ചെയ്യാനൊന്നും സ്ഥലമില്ലെങ്കിലും അവരവരുടെ മട്ടുപ്പാകിലെങ്കിലും അത്യാവശ്യം സാധനങ്ങള്, പച്ചക്കറികള് നമ്മൾക്ക് കഴിക്കാവുന്നതെങ്കിലും ഉണ്ടാക്കുന്ന രീതി അത് നമ്മൾ പ്രോത്സാഹിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃഷി വകുപ്പ് അത് ഏറ്റെടുത്ത് നമ്മളുടെ പ്രദേശത്തിന്റെ പ്രാധാന്യം കരുതി അത്തരം രീതിയിലുള്ള ഒരു കൃഷിക്ക് പ്രൊമോഷൻ കൊടുക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മലയാള മാസം ആണ്ടുപിറവിയാണ് ഇന്ന്. ഇംഗ്ലീഷ് മാസമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിങ്ങം 1 നമ്മളെല്ലാവരും ആചരിച്ചിരുന്നത്. കർക്കിടക മാസത്തിന്റെ പട്ടിണിയും പരിവട്ടവും എല്ലാം കഴിഞ്ഞ് പൊന്നിൻ ചിങ്ങമാസം നല്ല പുന്നെല്ലിന്റെ ചോറൊക്കെ കൊണ്ട് നമ്മൾ ചിങ്ങം 1 ആഘോഷിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് വളരെ ചുരുക്കമാണ്. ഇന്ന് നമ്മളുടെ കുട്ടികളൊക്കെ യൂട്യൂബിലൊക്കെയാണ് ഈ അരി എന്തിനാ, ഇത് ചെടിയിലാണോ മരത്തിലാണോ എന്തിനാ ഇതുണ്ടാവണമെന്ന് കണ്ടുപഠിക്കുന്നത് പോലും യൂട്യൂബ് വഴിയാണ്. കാരണം നമ്മളൊക്കെ അത്ര മാറിക്കഴിഞ്ഞു. കാർഷിക സമൃദ്ധി അല്ലെങ്കിൽ കാർഷിക വിള കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പറമ്പ് മക്കൾക്ക് വീതം വെച്ച് കൊടുത്താൽ പോലും പാടം മതി എന്ന് പറയും.
കാരണം അതാകുമ്പോൾ 2-3 ഗ്രൂപ്പ് കൃഷി ചെയ്യാം. പറമ്പിലാകുമ്പോൾ വലിയ ആദായമൊന്നും ചെയ്യുമ്പോൾ തെങ്ങ് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഇത്ര കർഷകരെ ആദരിക്കുകയാണ് എന്ന് വെച്ചാൽ അത്രയും ആളുകളെ ഉള്ളിന്ന്. അതുകൊണ്ടാണ് അന്ന് ഉപജീവന മാർഗം കൃഷിയായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ കൃഷി ചെയ്യുന്നവരുള്ളൂ. നമ്മളുടെ ഇന്ന് ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റാണ്. ഫ്ലാറ്റും വില്ലകളും വളർന്ന് നമ്മളിന്ന് ആ കൃഷിയിലേക്ക് മാറിയപ്പോൾ സാമ്പത്തികമായി എങ്ങനെ നേട്ടം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലായിട്ടാണ് ഇന്ന് മനുഷ്യനെല്ലാവരും. അപ്പം കർഷകർ നമ്മൾ കണക്ക് കൂട്ടിയാൽ കൃഷി തുടങ്ങുമ്പോൾ മുതൽ അതിൻ്റെ ആ ഉൽപ്പാദനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തായാലും നഷ്ടമായിരിക്കും. നമ്മുടെ അധ്വാനവും കൂടെ നമ്മൾ കണക്ക് കൂട്ടിയാൽ ഒന്നും നമുക്ക് ലാഭം ഉണ്ടാവില്ല. അപ്പം ഈ നഷ്ടക്കച്ചവടത്തിന് ആരും പോകില്ല. പിന്നെ നമുക്ക് ഇതിനേക്കാളും ഒരു വിലക്കുറവിൽ തന്നെ നമുക്ക് വഴിയിൽ ഇറങ്ങുമ്പോൾ വിഷമുള്ള പച്ചക്കറി ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഈ വിഷമില്ലാത്ത പച്ചക്കറി എന്നുള്ളത് നമ്മളാരും നോക്കാറില്ല. നമ്മൾ ദിവസം എണീക്കുമ്പോൾ മുതൽ വിഷമാണ് കഴിക്കണത്. കാരണം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളവും എന്ന് വേണ്ട എല്ലാം വിഷമയമായിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കണം. അപ്പം അതുകൊണ്ട് ഒരുവിധം വിഷമൊന്നും ചെന്നാൽ നമുക്ക് ഏക്കുകയുമില്ല. നമ്മളാരും ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാറില്ല. ആരോഗ്യമുള്ള ഒരു മനുഷ്യ സമൂഹം വളരണമെങ്കിൽ നമ്മൾ സ്വയമായിട്ട് അധ്വാനിക്കുക. നമുക്ക് ലാഭം മാത്രമല്ല, നമ്മുടെ ആരോഗ്യസ്ഥിതിയും ശാരീരികമായും മാനസികമായും ഒക്കെ നമുക്ക് ഒരു ഉന്മേഷം തരുന്നതാണ് നമ്മുടെ കൃഷി. നമ്മൾ എന്തെങ്കിലും ഒരു തക്കാളി ആയാലും നട്ട് അതിൽ 2 കായ ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. ഒരു ചെടിയിൽ ഒരു പൂവുണ്ടായാലും അതെ, അത് നമ്മുടെ മുറ്റത്തുണ്ടായി കഴിയുമ്പോൾ നമുക്ക് മാനസികമായൊരു സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് അതിനൊന്നും ആരും കൂട്ടാക്കാറില്ല. വില കൂടുതൽ കൊടുത്ത് സാധനം വാങ്ങിക്കും, വിഷമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സ ചെയ്യണം. അപ്പോൾ ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും രോഗിയാണ്. നമ്മൾ ഇരിക്കുകയോ നടക്കണമെങ്കിൽ തന്നെ വണ്ടി കൊണ്ട് പാർക്കിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുള്ളൂ നമ്മൾ. കാരണം അത്രയും കൂടെ നമ്മൾ നടക്കില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു തരി വണ്ടി ചവിട്ടാതെ എടുത്ത് വണ്ടിയിലോട്ട് ഇരുത്തി സ്കൂളിലേക്ക് വിടും, തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ആ മണ്ണിന്റെ ഗുണവും മണ്ണിൽ ചവിട്ടിയുള്ള ഒരു ജീവിതവും ഇന്നും പ്രായമായവർക്ക് മാത്രം അത് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് 1200-ാം ആണ്ടാണ്. 1200 പഴയ കാലഘട്ടത്തിൽ 1100 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അന്നുള്ള ജീവിത രീതി, അന്നത്തെ ഭക്ഷണക്രമവും ആരോഗ്യ രീതിയും കൊണ്ട് ഇന്നും അവര് ചെറുപ്പക്കാരെക്കാളും വെല്ലുന്ന ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നമുക്കൊരു പാഠമാകാൻ നമ്മുടെ ഇതിൽ നിന്ന് ലാഭം മാത്രം നോക്കാതെ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ, എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന അത്രയും നാളും ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി നടക്കാതെ നല്ല പൂർണ്ണവാനായി ജീവിക്കാൻ നിങ്ങളെ ജഗദീശൻ അനുഗ്രഹിക്കാൻ. കൂടുതൽ പേര് കാർഷിക മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈശാഖം അതുപോലെ ഇപ്പോൾ കാർഷിക മേഖലയിൽ അപേക്ഷകൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് ഈ മേഖലയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്ന, ഉൽപാദന മേഖലയ്ക്കായി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട് കൂടുതൽ ചെലവഴിച്ചപ്പോൾ ഫണ്ട് തികയാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കൂടുതൽ പേര് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞത് കൊണ്ട് ആവശ്യക്കാർ, ഗുണഭോക്താക്കൾ ഏറെയാണ്. അപ്പൊ ആ ഒരു നല്ല മാറ്റം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന്, നല്ല ജൈവ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്, അപ്പൊ ഇതിനെല്ലാം വേണ്ടി ആ പുതിയ മാറ്റം ഇനിയും പുതുതലമുറ ഉൾക്കൊണ്ട് ഇവിടെ നമുക്ക് ആദരിക്കാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥി കർഷകരൊക്കെ ഉണ്ട്. അപ്പൊ പുതിയ തലമുറ ഇത് ഉൾക്കൊണ്ട്, ഈ മാറ്റം ഉൾക്കൊണ്ട് നല്ലൊരു ഭാവിക്കായി ഉണർന്ന് പ്രവർത്തിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ അന്യ സംസ്ഥാനത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അത് കേരളം ഒരു ഉപഭോഗ സംസ്ഥാനമായതുകൊണ്ടാണ്. പാകുന്നത്ര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഇല്ലെങ്കിൽ ഈ വർഷമെങ്കിലും കർഷകർക്ക് ഉപകരണങ്ങൾ കൂടി കൊടുത്ത് സഹായിക്കണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റും കാർഷിക മേഖലക്ക് കുറച്ചുകൂടി ഊന്നൽ നിലയിൽ കൊണ്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യും. നമ്മുടെ ഒരു കൊല്ലത്തിൽ കൊടുക്കുന്ന ഒരു ഷോളും ഒരു മൊമെന്റവും മാത്രമല്ല, ഇതുമായി നയിക്കുന്ന ആളുകൾ സമ്പന്നരാണ്. ഒരു ALMC പോലുള്ള കമ്മിറ്റി, ഞാനൊരു കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാർഷിക കൃഷി ഓഫീസറൊക്കെ പറയുന്നു.
അത്തരം ആളുകൾ സമ്പന്നരാകുകയും കർഷകർ ദരിദ്രരാകുന്ന സാമ്പത്തിക സ്ഥിതി. എനിക്ക് ഇടച്ചിറ ഭാഗത്ത് വാപ്പാക്ക് ഒരു 60 സെന്റ് കരഭൂമി ഉണ്ടായിരുന്നു. വാപ്പ 40 സെന്റ് പാടം വരെ എക്സ്ചേഞ്ച് ചെയ്തു അന്ന് നെൽകൃഷിക്ക് വേണ്ടിയിട്ട്. അത് മെട്രോ അക്വയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 5000 രൂപ സെന്റിനും കരഭൂമിക്ക് കിട്ടിയത് 1,000 രൂപയാണ്. അപ്പൊ അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയിലേക്ക് കർഷകർ പോകുന്ന സാഹചര്യമുണ്ട്. അവർക്ക് ഞാൻ പറയുന്നത് തൃക്കാക്കര പോലുള്ള നഗരപ്രദേശമാണ്. ആ നഗരപ്രദേശങ്ങളിൽ ഒത്തിരി കമ്പനികളുണ്ട്. അവർ CSR ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും. തൃക്കാക്കരയിലെ മികച്ച കർഷകരെ വേദിയിൽ ആദരിച്ചു. മലയാളക്കരയാകെ മഴവിൽ ഇന്നലെ പോലെ ഏഴേഴോ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. 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 2 ദിവസമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ വയനാട് ദുരന്തം ലോകമെമ്പാടും വലിയ ദുഃഖത്തിലാഴ്ത്തിയപ്പോൾ ഗവൺമെൻറ്റും മറ്റു പരിപാടികളൊക്കെ വെട്ടിക്കുറച്ച് 1 ദിവസം മാത്രമായി ചുരുക്കണം എന്നതുകൊണ്ടാണ് നാം ഈ 1 ദിവസമാക്കി ചുരുക്കിയത്. ഇതിൻ്റെ പിന്നിൽ ഒരുപിടി ആളുകളുടെ പ്രയത്നമുണ്ട്. JDS-ൻ്റെ അംഗങ്ങളുടെ നിസ്തുലമായ പ്രവർത്തനം, അതുപോലെ തന്നെ നഗരസഭയുടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ നൽകിയ വലിയ താല്പര്യവും അവരുടെ നിർദ്ദേശവും, കൃഷി ഭവൻ്റെ ഉദ്യോഗസ്ഥയും സഹപ്രവർത്തകരുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായി ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഒരു മഹനീയ സദസ്സിന് സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ എത്തി എന്നത് നമുക്ക് വലിയ ചാരിതാർത്ഥ്യം നൽകുകയാണ്. ഇന്ന് നമുക്ക് തുലവും തുച്ഛമായ കാർഷിക മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവരെ തിരഞ്ഞെടുക്കുക എന്നത് തന്നെ വലിയൊരു ദൗത്യമാണ്. അപ്പോൾ ആ ദൗത്യം നിറവേറ്റി നമുക്ക് ലഭിച്ചത് തൃക്കാക്കര പോലുള്ളൊരു പ്രദേശത്ത് 12 ആളുകളെയാണ്. ഇന്നിവിടെ കൃഷി നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ കൃഷിയുടെ പേരിൽ ഒരു മാറ്റമുണ്ട് എന്നുള്ളൂ. എല്ലാവരും വാടക കൃഷിയിലാണ്. എല്ലാ സ്ഥലങ്ങളും നല്ല കെട്ടിടങ്ങളൊക്കെ വെച്ച് വരുമാനം അതിൽ നിന്ന് ലഭിക്കുന്നു എന്നതുകൊണ്ട് കാർഷിക രംഗം ഉപേക്ഷിച്ച് ആ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്ന് ഇവിടെ ഇപ്പോൾ ആദരിച്ച ഏറ്റവും മിടുക്കനായ ഒരു കർഷകനെ കൂടെ ഇവിടെ ആദരിക്കുകയാണ്. വളരെ ചെറുപ്പക്കാരൻ. അപ്പോൾ കാർഷിക മേഖല അനിവാര്യമാണ് എന്ന തിരിച്ചറിവാണ് മുഴുവൻ ആളുകളും അതിലേക്ക് തിരിച്ചു വരുന്നത്. അതൊരു നല്ലൊരു സന്ദേശവുമാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ കൃഷിഭവനും നഗരസഭയും ഒക്കെ സജീവമായി അവരുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകും.